എന്റെ കുടുംബം തകർത്ത് എന്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എന്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ച വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. എന്റെ കുടുംബം തകർത്ത് എന്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ടു വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും. ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയും. ഇങ്ങനെയാണോ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വയറിംഗ് ഇങ്ങനെ നടക്കുന്നതാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നിഷേധിച്ചു, ഇല്ല ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, വെറുതെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയണു, അല്ല ഞാനെല്ലാം പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. വളരെ വിശദമായി എന്നാ പോയത്, എത്ര മണിക്ക് പോയി, ഏത് വണ്ടിയിൽ പോയി, എപ്പോൾ പിക്കപ്പ് ചെയ്തു, അജന്തയിൽ എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു, എങ്ങനെയാണ് മുറിക്കകത്തോട്ട് കയറ്റിയത്, എന്നിട്ട് പിന്നെ ഇവൻ ചോദിച്ചു ബെഡ്റൂമിനകത്ത് നടന്നത് എന്താണെന്നും കൂടെ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ട്രാപ്റ്റായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അയാളുടെ കാലിലോട്ടങ്ങ് വീണു. എന്നിട്ട് മാപ്പ് ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അയാൾ പറഞ്ഞു, ഞാനിത് പുറത്ത് പോയി പറഞ്ഞാൽ എന്തോ ആയിരിക്കും എന്നറിയാമോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ, തെറ്റുപറ്റിപ്പോയി, മാപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ഷമാപണം ചോദിച്ചല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഞാൻ കാണുന്നത്, എന്തൊക്കെയാണ് കേൾക്കുന്നത്, എന്തുവായതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നേരെ പോയി കഥവ് കുറ്റിയിട്ടിട്ട് അങ്ങ് അടി തുടങ്ങി. എന്നെ കഴുത്തിന് വരെ പിടിച്ച് ഞെക്കി. ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ചത്തുപോയി, എനിക്ക് എൻ്റെ കുട്ടികളായിരുന്നു എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചാലേ പറ്റൂ. ആകെ എന്നെ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എവിടെയൊക്കെ പോയി ഇടിക്കുന്നു, തട്ടുന്നു, വീഴുന്നു. ഞാൻ അത് കഴിഞ്ഞ് എന്നെ കഴുത്തിനെ പിടിച്ച് ഞെക്കിയപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് പേടിയായിപ്പോയി, ഇനി ഇത് ലെവൽ മാറുകയാണോ എന്നുള്ളൊരു സംശയം വന്നു. അങ്ങനെ ഞാൻ വിളി തുടങ്ങിയപ്പോൾ എന്തോ ഒന്ന് റിയലൈസ് ചെയ്തതുപോലെ ആൾക്കാർ വെളിയിൽ നിൽപ്പുണ്ടല്ലോ എന്നുള്ളൊരു റിയലൈസേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് തുറന്നിട്ട് ഇറങ്ങി അങ്ങ് പോയി മുകളിലോട്ട് പോയി എറണാകുളത്ത് ഷൂട്ടിങ്ങിന് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിലാണോ ഇപ്പോൾ ഈ മുഖത്തൊക്കെ അള്ളിയ പോലത്തെ പാടും മൂക്കിലൊക്കെ എന്നെ ഒരുപാട് അടിച്ചു, സ്ഥിരമായിട്ട് മൂക്കിലും നെഞ്ചിലൊക്കെ അടിക്കുന്നു എന്നൊക്കെയാണ് മൂപ്പരുടെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്? അത് തികച്ചും തെറ്റാണ്. ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് ഇത് കഴിഞ്ഞ് പിന്നീട് സരിതയ്ക്ക് യാതൊരു സാമ്പത്തിക സഹായം കിട്ടിയിട്ടില്ലേ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബാലകൃഷ്ണപിള്ള സാർ എനിക്ക് എമൗണ്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല. എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ ജയിലായിരുന്നു ഒരു മാസവും എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. അത് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടി ഉണ്ടായിരുന്നു. മേബി, പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല.